ഏതാണ്ട് 20 വർഷത്തോളം രാഷ്ട്രീയ ആയുധമാക്കി BJP കൊണ്ടുനടന്ന ബാബറി മസ്ജിദ് തർക്കത്തിനൊടുവിൽ ക്ഷേത്രം സാക്ഷാത്കരിക്കപ്പെട്ടത് കണ്ടാണ് 2024 ജനുവരിയുടെ തുടക്കം. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപേ ക്ഷേത്രപ്രതിഷ്ഠാ ചടങ്ങ് നടത്തി BJP. പിന്നീട് രാജ്യം പൊതു തിരഞ്ഞെടുപ്പിലേക്ക് കടന്നു. ഇന്ത്യ സഖ്യവും NDA സഖ്യവും ചരിത്രത്തിലെ ഏറ്റവും കടുത്ത പോരാട്ടം നടത്തിയ വർഷം. മോദി പക്ഷത്തിന് വിചാരിച്ചതിനേക്കാളും താഴ്ന്നു പറക്കേണ്ടി വന്ന തിരഞ്ഞെടുപ്പ്. 2024 ദിനരാത്ര ഗണിതങ്ങളിലെ പ്രധാന സംഭവം തിരഞ്ഞെടുപ്പ് ഫലമായിരുന്നു. തീർന്നില്ല, പിന്നാലെ വന്നു വോട്ടെടുപ്പുമായി കശ്മീരും ഹരിയാനയും മഹാരാഷ്ട്രയും ഝാർഖണ്ഡും. ഹേമന്ത് സോറൻ ജയിലിൽ നിന്നിറങ്ങി വന്ന തെരഞ്ഞെടുപ്പ് പോരാട്ടം നയിച്ചു ഝാർഖണ്ഡിൽ. വീറോടെയുള്ള ജയം കൊണ്ട് മറുപടി പറയുകയും ചെയ്തു. हेमंत सोरेन, मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा. എന്നാൽ മഹാരാഷ്ട്രയിൽ BJP തേരോട്ടം നടത്തി. മഹായുദ്ധി സഖ്യം മിന്നും വിജയം നേടി. പക്ഷെ കശ്മീരിലെ അശാന്തത മുതലാക്കാമെന്ന BJP മോഹം പൊലിഞ്ഞു. സംഘർഷ താഴ്വര ഇന്ത്യ സഖ്യം പിടിച്ചെടുത്തു. ഹരിയാന ഭരണ പാർട്ടിക്കൊപ്പം നിന്നു. ഒമർ അബ്ദുള്ള മുഖ്യമന്ത്രിയായി. ഹരിയാനയിൽ നയാബ് സിംഗ് സൈനി തുടർന്നു. കുൽഗാമിൽ CPM നേതാവ് യൂസഫ് തരിഗാമിയുടെ വിജയവും ശ്രദ്ധിക്കപ്പെട്ടു. अब ये लोग कह रहे हैं केजरीवाल को दोबारा जेल जाना पड़ेगा. ദേശീയ തലസ്ഥാനം നിരവധി നാടകീയ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച വർഷമായിരുന്നു ഇത്. മദ്യനയ അഴിമതി കേസിൽ കെജ്രിവാളിനെതിരായ ED അറസ്റ്റ് മാർച്ച് 21-ന്. കസ്റ്റഡിയിലിരിക്കെ ജൂൺ 6-ന് CBI അറസ്റ്റ്. പിന്നാലെ തിഹാർ ജയിലിൽ 5.5 മാസത്തിന് ശേഷം പുറത്തേക്ക്. മുഖ്യമന്ത്രി സ്ഥാനമൊഴിഞ്ഞ കെജ്രിവാൾ അതിഷി മർലേനയെ മുഖ്യമന്ത്രിയാക്കി. മനീഷ് സിസോദിയയ്ക്കും സുപ്രീം കോടതി ജാമ്യം. 18 മാസങ്ങൾക്ക് ശേഷം സിസോദിയയും പുറത്തിറങ്ങി. രാഷ്ട്രീയ അധികായന്മാർക്കൊപ്പം ഏറെ വിമർശനം ഏറ്റുവാങ്ങി അടിപതറി വ്യവസായിയായ ഗൗതം അദാനി. സൗരോർജ്ജ വിതരണ കരാറിനായി 2029 കോടി കൈക്കൂലി വാഗ്ദാനം. അദാനിക്കെതിരെ US കോടതിയിൽ കുറ്റപത്രം. 20 വർഷത്തിനുള്ളിൽ 16,000 കോടി രൂപ ലാഭം പ്രതീക്ഷിക്കുന്ന കരാറുകൾ നേടാൻ ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകിയെന്നായിരുന്നു US കണ്ടെത്തൽ. ഗൗതം അദാനിക്കെതിരായ ഹിൻഡൻബർഗ് റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലിൽ സെബി മേധാവി മാധവി പുരിബുച്ചും ആരോപണങ്ങളിൽ ഉലഞ്ഞു. മാധവിക്കും ഭർത്താവിനും മൗറീഷ്യസിലും ബർമുഡയിലും രഹസ്യ നിക്ഷേപമുണ്ടെന്നതിന്റെ രേഖകൾ ഹിൻഡൻബർഗ് പുറത്തുവിട്ടതോടെയാണിത്. മക്കളെ ഉണ്മയാകവേ നേസിക്കിற ഒരു നല്ല അറസ്റ്റ്. 2024 തമിഴ് രാഷ്ട്രീയത്തിന് നിർണായകമായ വർഷമായിരുന്നു. നടൻ വിജയ് രാഷ്ട്രീയ പ്രവേശനം നടത്തിയ വർഷം. തമിഴക വെട്രിക്കഴകം പ്രഖ്യാപിച്ചു വിജയ്. ആദ്യ സമ്മേളനവും നടത്തി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ എല്ലാ സീറ്റിലും മത്സരിക്കുമെന്നും താരം പ്രഖ്യാപിച്ചു. DMK-യെ ആക്രമിച്ചു, BJP-യെ വിമർശിച്ചു. ജനം പാർട്ടി പ്രഖ്യാപനം കാണാൻ ഒഴുകിയെത്തി. അതിന് തൊട്ടുമുൻപ് ഉദയനിധി സ്റ്റാലിനെ പാർട്ടി ഉയർത്തി. ഉദയനിധിയെ ഉപമുഖ്യനാക്കിയ അധികാര കൈമാറ്റം. മണിപ്പൂർ ജനതയുടെ അശാന്തി ഈ വർഷവും വിട്ടൊഴിഞ്ഞില്ല. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ വംശീയ സൈനിക ഏറ്റുമുട്ടലുകളിൽ കൊല്ലപ്പെട്ടത് 100 കണക്കിന് പേർ. നിരവധി ആൾക്കൂട്ടാക്രമണങ്ങൾ ഇംഫാൽ താഴ്വരയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വർഷം. മുഖ്യമന്ത്രിയുടെ വീടടക്കം ആക്രമിക്കപ്പെട്ടു. അശാന്തമായ ദിനങ്ങളുടെ തുടർച്ചയിലാണിപ്പോഴും മണിപ്പൂർ. കഴിഞ്ഞ 10 മാസങ്ങൾക്കുള്ളിൽ കൊല ചെയ്യപ്പെട്ടത് 150-ലധികം പേർ. ഇപ്പോഴും സംഘർഷം അവസാനിപ്പിക്കാൻ ഭരണകൂടത്തിന് കഴിഞ്ഞില്ല എന്നതിൽ രാജ്യം തലകുനിക്കണം. കാരണം കൊച്ചുകുട്ടികളടക്കം കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു.
ബെഞ്ചിനെതിരെ സുപ്രീം കോടതി നടത്തിയ ബുൾഡോസിംഗിന് ജനം കൈയടിച്ച വർഷം കൂടിയാണിത്. ക്രിമിനൽ കേസ് പ്രതികളുടെ വീട് തകർക്കാൻ നിയമം അനുവദിക്കുന്നില്ലെന്ന് സുപ്രീം കോടതി UP-യെയും ഹരിയാനയെയും ചൂണ്ടി വ്യക്തമാക്കി. നിരവധി സുപ്രധാന വിധികൾ സുപ്രീം കോടതിയിൽ നിന്ന് 2024 കണ്ടു. ജാതി വിവേചനം അവസാനിപ്പിക്കാൻ ഇന്ത്യൻ ജയിൽ മാനുവൽ പരിഷ്കരിക്കാൻ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഇടപെട്ട വർഷം കൂടിയാണിത്. UP-യിലെ സംഭലിനെ പള്ളിക്ഷേത്ര സർവേ കൊണ്ട് മാറ്റിയെടുക്കുന്നതിന് ഇന്ത്യ സാക്ഷിയായി. 5 പേർ കൊല്ലപ്പെട്ട സംഘർഷം. ജനത്തെ 2 പക്ഷത്ത് പ്രകോപിതരായി നിർത്താൻ ഒരു ഹർജിക്ക് കഴിഞ്ഞു. അതാണ് സംഭലിന്റെ ബാക്കി പത്രം. തീർന്നില്ല. സംഭൽ മസ്ജിദിന് പുറമെ സമീപ മേഖലകളിലെല്ലാം ജില്ലാ ഭരണകൂടം പരിശോധനയും സർവേയും തുടങ്ങി. അയോധ്യ, മധുര, ഗ്യാൻവാബി തർക്കങ്ങൾക്ക് ശേഷം സംഭലും അസ്വാസ്ഥ്യ പട്ടികയിലേക്ക് എടുത്തെറിയപ്പെട്ടു. എന്നാൽ അയോധ്യ മാതൃകയിൽ ഓരോയിടത്തും പഴയ ചരിത്രം ചികഞ്ഞു പോകേണ്ട കാര്യമില്ലെന്ന് RSS അധ്യക്ഷൻ തന്നെ സംഘപരിവാറിനെ വിമർശിക്കുന്നതും രാജ്യം കണ്ടു. നീറ്റ് പരീക്ഷയിൽ വ്യാപക ക്രമക്കേട് നടന്നത് ഞെട്ടിച്ച വർഷമായിരുന്നു 2024. ക്രമക്കേട് കേന്ദ്ര സർക്കാർ തന്നെ സ്ഥിരീകരിച്ചു. തുടർന്ന് പൊതുപരീക്ഷാ നിയമത്തിൽ പുതിയ വിജ്ഞാപനം. സമഗ്ര നിയമത്തിന് പുതിയ കമ്മിറ്റിയെ കേന്ദ്രം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കർഷകരുടെ കണ്ണീരും ഡൽഹിയിലേക്കുള്ള കർഷകരുടെ അണയാത്ത പ്രതിഷേധ റാലികളും രാജ്യം കണ്ടു ഈ 2024. മനുഷ്യർ മാത്രമല്ല, ഒരു മധുരമുള്ള പലഹാരവും വിവാദത്തിൽപ്പെട്ടു ഇത്തവണ. തിരുമല തിരുപ്പതി ക്ഷേത്രത്തിലെ പ്രസാദ ലഡ്ഡു. അതിൽ ചേർക്കുന്ന നെയ്യിൽ മൃഗക്കൊഴുപ്പുണ്ടെന്ന ആരോപണം വൻ വിവാദമായി കത്തി. ജഗൻമോഹൻ റെഡ്ഡിയുടെ മുൻ സർക്കാരിനെതിരെ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവാണ് രാഷ്ട്രീയ വെടിപൊട്ടിച്ചത്. ആരോപണം ജഗൻ റെഡ്ഡിയും തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ള നെയ്യ് വിതരണക്കാരായ AR ഡയറിയും നിഷേധിച്ചു. ആരോപണം തെളിയിക്കാൻ എന്ത് തെളിവുണ്ടെന്ന് നായിഡുവിനോട് സുപ്രീം കോടതി ചോദിച്ചു. പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചു കോടതി. വിവാദം പതിയെ കെട്ടടങ്ങി. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കേസിലകപ്പെട്ട വർഷമാണിത്. മുഡ ഭൂമി കുംഭകോണ കേസിൽ സിദ്ധരാമയ്യക്കെതിരെ ED കേസെടുത്തു. രാഷ്ട്രീയ അസ്ഥിരതയാൽ ജീവൻ രക്ഷിക്കാനായി ബംഗ്ലാദേശിൽ നിന്ന് പലായനം ചെയ്തെത്തി അഭയം തേടിയ ഷെയ്ഖ് ഹസീനയുടെ വരവ് ഇന്ത്യക്ക് മറക്കാനാകില്ല. വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഹസീനയുടെ ഇന്ത്യൻ വാസം തുടരുകയാണ്. ഹസീനയെ തിരിച്ചയക്കണമെന്ന് ഇന്ത്യയോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു ബംഗ്ലാദേശ്. ഇതൊരു നയതന്ത്ര പ്രശ്നമായി തുടരും ഇനി. കനത്ത പ്രളയവും കാറ്റും അനുഭവിച്ചു രാജ്യം. പതിവ് പോലെ ഹിമാചലിൽ നിരവധി പേരുടെ ജീവനെടുത്തു മഴ. ഗുജറാത്തിലും തമിഴ്നാട്ടിലും UP-യിലും ചുഴലിക്കാറ്റും പ്രളയവും ഉണ്ടായി. ഏറെ ജീവനെടുത്തു പ്രളയം. പക്ഷെ ഡൽഹിയെ മറ്റൊരു കെടുതി വിഴുങ്ങി: വായു മലിനീകരണം. വായു ഗുണനിലവാര സൂചിക പലവട്ടം 400 കടന്നു. പുകമഞ്ഞിലെ വിഷാംശം ജനങ്ങളെ വലച്ചു. സ്കൂളുകൾ അടച്ചു. ആ കാലാവസ്ഥ ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. രാജ്യത്തെ ഞെട്ടിച്ച മറ്റൊരു സംഭവം കൊൽക്കത്തയിൽ നിന്നാണ്. ആർജിക്കാർ മെഡിക്കൽ കോളേജിലെ യുവ വനിതാ ഡോക്ടർ ക്രൂര ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടു. രാജ്യം മുഴുവൻ പ്രതിഷേധ ജ്വാല ഉയർന്നു. ഡോക്ടർമാർ വ്യാപകമായി തെരുവിലിറങ്ങി. ഇപ്പോഴും അതിന്റെ അലയിലാണ് ബംഗാൾ. ഈ വർഷാവസാനം ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരു സംഭവം അല്ലു അർജുന്റെ അറസ്റ്റാണ്. പുഷ്പ 2-ന്റെ പ്രീമിയർ ഷോയ്ക്കിടെ തിരക്കിൽപ്പെട്ട് ഒരു സ്ത്രീ മരിച്ച സംഭവത്തിൽ അല്ലു അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഒരു ദിവസം ജയിലിലും കഴിഞ്ഞു. അല്ലുവിന്റെ വീടിന് നേരെ ആക്രമണവുമുണ്ടായി. അപ്രതീക്ഷിത വിടപറച്ചിലുകൾക്കും 2024 സാക്ഷിയായി. അതിലേറ്റവും അപ്രതീക്ഷിത വിയോഗം ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെയും CPIM നേതാവ് സീതാറാം യെച്ചൂരിയുടേതുമായിരുന്നു. ദേശീയ
അന്തർദേശീയ നേതാക്കൾ മൻമോഹൻ സിംഗിന്റെ വിയോഗത്തിൽ അനുശോചനം അർപ്പിച്ചപ്പോൾ രാജ്യത്തെ ബൗദ്ധിക രാഷ്ട്രീയ സാംസ്കാരിക രംഗം ഒട്ടാകെ യെച്ചൂരിയുടെ ഓർമ്മയ്ക്ക് മുന്നിൽ ശിരസ് കുനിച്ചു. UAPA ചുമത്തപ്പെട്ട് ഏറെ നാൾ ജയിലിൽ കഴിഞ്ഞ അധ്യാപകൻ ഡോക്ടർ സായിബാബയുടെ വിയോഗവും രാജ്യം കണ്ടു. വിഖ്യാത സംവിധായകൻ ശ്യാം ബെനഗൽ, ലോക പ്രശസ്ത സംഗീത മാന്ത്രികൻ ഉസ്താദ് സാക്കിർ ഹുസൈൻ, പ്രമുഖ വ്യവസായി രത്തൻ ടാറ്റ, പ്രശസ്ത ഗസൽ ഗായകൻ പങ്കജ് ഉദാസ് തുടങ്ങിയ പ്രതിഭാശാലികളായ മനുഷ്യരുടെ വിയോഗ വാർത്തകളും 2024 വേദനിപ്പിക്കുന്ന സംഭവങ്ങളായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇന്ത്യൻ എഴുത്തുകാരനെന്ന് വിശേഷിപ്പിക്കാവുന്ന MTയുടേതും. പുതിയ വർഷം പ്രതീക്ഷകളുടേതാണ്. ജാതിക്കൊലകളും കലാപവുമില്ലാത്ത ഇന്ത്യ സംഭവിക്കാൻ ആഗ്രഹിക്കാം.